കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ്ത് സെമസ്റ്റർ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ആദ്യത്തെ പാഠമാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ആധുനിക ഇന്ത്യയുടെ ശിലാന്യാസം എന്ന ടോപ്പിക്കോട് കൂടെയുള്ള ഈ അധ്യായം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നേരിട്ട വെല്ലുവിളികളെപ്പറ്റിയും മറ്റും വിശദമായി ചർച്ച ചെയ്യുകയാണ്. അതിൽ പ്രധാനപ്പെട്ട വെല്ലുവിളി വിഭജനം തന്നെയായിരുന്നു. വിഭജനത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും എന്ന രീതിയിൽ രണ്ട് രാജ്യങ്ങളായിട്ട് പിരിയുകയും അവിടുത്തെ രണ്ട് രാജ്യങ്ങളിലെയും ന്യൂനപക്ഷങ്ങൾ ഒരുപാട് കൊടും ക്രൂരതകളും അഭയാർത്ഥികളുമായി മാറുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പാകിസ്ഥാനിൽ നിന്നും അഭയാർത്ഥികളുടെ ഒഴുക്ക് ഇന്ത്യയിൽ അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതിന് വൻ വെല്ലുവിളിയായിരുന്നു. അതിനുവേണ്ടി അന്നത്തെ സർക്കാർ വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ഒരു പരിധിവരെ പുനരധിവാസം ഉറപ്പുവരുത്തുവാൻ സാധ്യമായി. പിന്നീട് നേരിട്ട പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി നാട്ടുരാജ്യങ്ങളുടെ സംയോജനമായിരുന്നു. പല നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരുകയും ഇന്ത്യയുടെ ഭാഗമായി തീരുകയും ചെയ്തു. പക്ഷേ പല രാജാക്കന്മാരും ഒന്നിലും ചേരാതെ നിഷ്പക്ഷ നിലപാടെടുക്കുന്ന ഒരു സമീപനമായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് അന്നത്തെ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ വഹിച്ച പങ്ക് വിശദമായി തന്നെ ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നുണ്ട്. നാട്ടുരാജ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ എന്നിങ്ങനെയുള്ളതായിരുന്നു. പൂർണ്ണമായും ഇന്ത്യൻ പ്രദേശങ്ങളാൽ വലയം ചെയ്തിരുന്ന സൗരാഷ്ട്ര തീരത്തുള്ള ഒരു സംസ്ഥാനമായിരുന്നു ജുനഗഡ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി നേരിട്ട് ഭൂമിശാസ്ത്രപരമായ യാതൊരു ബന്ധവും അവർക്കുണ്ടായിരുന്നില്ല. എങ്കിലും ആ പ്രദേശത്തെ ജനങ്ങളെ ഒന്നടങ്കം ഇന്ത്യയിൽ ലയിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അവിടുത്തെ നവാബ് ബബാഹത്ത് ഖാൻജി പാകിസ്ഥാനിൽ ചേരുകയാണെന്ന സ്വേച്ഛാധിപത്യ നിലപാടാണ് സ്വീകരിച്ചത്. ഇത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായിരുന്നു. അന്തിമമായ തീരുമാനം ജനങ്ങളുടേതാകണമെന്ന് നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഉറപ്പിച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ജനഹിത പരിശോധനയിലൂടെ ഈ പ്രദേശത്തിൻ്റെ ഭാവി തീരുമാനിക്കാം എന്നതായിരുന്നു അവരുടെ നിലപാട്. ഇതിനെതിരായി പാകിസ്ഥാൻ ജുനഗഡിൻ്റെ കൂട്ടിച്ചേർക്കൽ പ്രഖ്യാപിക്കുകയുണ്ടായി. കടുത്ത ജനകീയ പ്രക്ഷോഭമാണ് ഇതിനെ തുടർന്ന് ജുനഗഡിൽ വളർന്നു വന്നത്. ഗത്യന്തരമില്ലാത്ത അവിടുത്തെ നവാബിനെ നാടുവിടേണ്ടി വന്നു. ജുനഗഡ് ദിവാൻ ഷാനവാസ് ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെൻറ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചു. ഇതേ തുടർന്ന് ഇന്ത്യൻ പട്ടാളം അവിടേക്ക് മാർച്ച് ചെയ്യുകയും 1948 ഫെബ്രുവരിയിൽ നടന്ന ജനഹിത പരിശോധനയിൽ ഇന്ത്യൻ യൂണിയൻ ലയിക്കുക എന്ന നിലപാടിനെ വമ്പിച്ച വിജയം നേടാനായി. അപ്രകാരം 1956 നവംബർ 1 വരെ ജുനഗഡ് സൗരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. തുടർന്ന് സൗരാഷ്ട്ര ബോംബെ സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്തപ്പോൾ ബോംബെ സംസ്ഥാനത്തിൻ്റെയും ഭാഗമായി. 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. ജുനഗഡ് ഗുജറാത്തിൻ്റെ ഭാഗമായി മാറി. ഹൈദരാബാദ് പൂർണ്ണമായും ഇന്ത്യൻ പ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട് കിടന്നിരുന്ന അതിബൃഹത്തായ ഒരു സമ്പന്ന രാജ്യമായിരുന്നു ഹൈദരാബാദ്. എന്നാൽ ഹൈദരാബാദ് നിസാം മീർ ഉസ്മാൻ അലി ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ സ്വതന്ത്രമായി നിൽക്കുകയാണ് എന്ന നിലപാട് സ്വീകരിച്ചു. അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളും ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കാൻ മാനസികമായിട്ടുള്ള തയ്യാറായവരായിരുന്നു. അതിനിടെ നിസാം മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ ഇടപെടലിലൂടെ സ്വതന്ത്ര നിലപാട് അംഗീകരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തി. അതോടൊപ്പം യൂറോപ്പിൽ നിന്നും ധാരാളം യുദ്ധക്കപ്പലുകളും ആയുധങ്ങളും അദ്ദേഹം വാങ്ങിക്കൂട്ടുകയുണ്ടായി.
ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്ന തീവ്ര വർഗീയ സംഘവും ഹൈദരാബാദിൽ വളർന്നു വന്നു. അവരുടെ സമാന്തര സൈനിക വിഭാഗമായ റസാഖന്മാർ വലിയ തോതിലുള്ള വർഗീയ ലഹളകളും ആക്രമണങ്ങളും അയച്ചുവിട്ടു. ഏതാണ്ട് ഇതേ സമയം കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിലുള്ള കർഷക സമരവും തെലങ്കാന പ്രദേശം കേന്ദ്രീകരിച്ച് വളർന്നു വന്നിരുന്നു. 1946 നിസാമിൻ്റെ കിരാതാസ്ത്രങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട ഈ മുന്നേറ്റം വീണ്ടും ശക്തിയാർജിക്കുകയും റസാഖർമാരുടെ അക്രമങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങളെ സംരക്ഷിക്കാനും കർഷക ദളങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, അവർ ഭൂപ്രദേശങ്ങളിൽ ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്കും ഭൂരഹിതർക്കും വിതരണം ചെയ്തു. നിസാം തൻ്റെ ആയുധ സംഭരണവും ജനങ്ങൾക്കു നേരെ റസാഖർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണവും തുടർന്നപ്പോൾ 1948 സെപ്റ്റംബർ 13 ഓപ്പറേഷൻ പോളോ എന്ന പേരിൽ ഒരു സൈന്യത്തെ ഇന്ത്യൻ സർക്കാർ ഹൈദരാബാദിലേക്ക് അയച്ചു. തുടർന്ന് നിസാം കീഴടങ്ങുകയും ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നാട്ടുരാജ്യമായിരുന്നു കാശ്മീർ. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും അതിർത്തി പങ്കിട്ടിരുന്ന രാജ്യമായിരുന്നു കാശ്മീർ. അവിടുത്തെ ഭരണാധികാരി രാജാ ഹരി സിംഗ് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാൻ വിസമ്മതിച്ചു. ഇന്ത്യയിലെ ജനാധിപത്യവും പാകിസ്ഥാനിലെ വർഗീയതയുമായിരുന്നു അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചിരുന്നത്. എന്നാൽ ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്ന നിലപാട് സ്വീകരിച്ചു. ഗാന്ധിജി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നേതാക്കൾ കാശ്മീരിലെ ജനത തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ജനഹിത പരിശോധന എന്ന ഇന്ത്യൻ നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചില്ല. ഒക്ടോബർ 22 പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പിന്തുണയോടെ പത്താൻ ഗോത്രക്കാർ കാശ്മീരിനെ ആക്രമിച്ചു. അവർ കാശ്മീർ സൈന്യത്തെ ശ്രീനഗർ വരെ പിന്തുടർന്നു. രാജാ ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ ഗവർണർ മൗണ്ട് ബാറ്റൻ പ്രഭു കാശ്മീരിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാതെ ഇന്ത്യക്ക് സൈന്യത്തെ അയക്കാനാകില്ല എന്ന നിലപാട് സ്വീകരിച്ചു. തുടർന്ന് ഹരിസിംഗ് കാശ്മീരിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ സമ്മതിക്കുകയും ഷെയ്ഖ് അബ്ദുള്ളയെ സംസ്ഥാനത്തിൻ്റെ ഭരണം ഏൽപ്പിക്കുകയും ചെയ്തു. ഷെയ്ഖ് അബ്ദുള്ളയും മറ്റു നേതാക്കളും പൂർണ്ണമായി കൂട്ടിച്ചേർക്കൽ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യവും മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ നിർദ്ദേശവും അനുസരിച്ച് ജനഹിത പരിശോധനയിലൂടെ മാത്രമേ പൂർണ്ണമായ കൂട്ടിച്ചേർക്കൽ നടത്തൂ എന്ന് തീരുമാനിച്ചു. അതിന് മുന്നോടിയായി കാശ്മീർ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതുണ്ടായിരുന്നു. മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് 1947 ഡിസംബർ 30 കാശ്മീരിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറണമെന്ന ആവശ്യം ഇന്ത്യ UN സെക്യൂരിറ്റി കൗൺസിലിൽ വെച്ചു. എന്നാൽ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും മേധാവിത്വമുണ്ടായിരുന്ന സെക്യൂരിറ്റി കൗൺസിൽ പാകിസ്ഥാൻ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. കാശ്മീരിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറ്റമെന്ന ഇന്ത്യൻ അപേക്ഷ അവഗണിച്ചുകൊണ്ട് അതിനെ ഇന്ത്യ പാകിസ്ഥാൻ തർക്കം എന്ന തരത്തിലാണ് സെക്യൂരിറ്റി കൗൺസിൽ പരിഗണിച്ചത്. പാകിസ്ഥാൻ കയ്യേറിയ പ്രദേശത്തു നിന്നും പൂർണ്ണമായി പിന്മാറാതെ താൽക്കാലിക വെടിനിർത്തലിലൂടെ ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു. 1951 സംസ്ഥാന നിയമനിർമ്മാണ സഭ തിരഞ്ഞെടുക്കപ്പെടുകയും ശ്രീനഗറിൽ ഒക്ടോബർ 31 യോഗം ചേരുകയും ചെയ്തു. 1952 ഇന്ത്യ പ്രത്യേക സംസ്ഥാന പദവി നൽകി കാശ്മീരിനെ ഇന്ത്യൻ ഭരണത്തിന് കീഴിലേക്ക് കൊണ്ടുവന്നു. 1954 ഫെബ്രുവരി 6 ജമ്മു കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്ന പ്രമേയം കാശ്മീർ നിയമസഭ പാസാക്കി. തുടർന്ന് ഭരണഘടനാനുച്ഛേദം 370 അനുസരിച്ച് ഇന്ത്യൻ ഭരണത്തിന് കീഴിൽ പ്രത്യേക സംസ്ഥാനമായി കാശ്മീരിനെ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രപതി ഉത്തരവ് പുറപ്പെടുവിച്ചു. തുടർന്ന് 2019 പിൻവലിക്കുന്നതുവരെയും പാർട്ട് 12 370 അനുച്ഛേദം കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നു. 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീരിനെ ജമ്മു, കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്ര പ്രദേശങ്ങളാക്കി മാറ്റി. പിന്നെ പ്രധാനപ്പെട്ട ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന മണിപ്പൂർ പിന്നീട് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയായിരുന്നു. 1972 വരെ കേന്ദ്രഭരണ പ്രദേശമായിട്ടായിരുന്നു മണിപ്പൂർ നിലനിന്നിരുന്നത്. BA ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ആദ്യ അധ്യായത്തിലെ ഏതാനും ഭാഗങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചത്. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.